ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് എങ്ങോട്ടാണല്ലേ? ഞങ്ങൾ പുലർച്ചെ 5 മണിക്ക് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. സ്ഥലം വഴിയേ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോണേന്ന്. ഈ NH കണ്ടാൽ മനസ്സിലാവും നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന്. റോഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല കത്തുന്ന വെയിൽ രാവിലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് തന്നെയായിരുന്നു. ചൂടിനൊന്നും ഒരു കുറവുമില്ല. ഇത് രാവിലെ 9 മണിയോ 8 മണി എങ്ങാണ്ടാണ്. എന്നിട്ടും നല്ല സൂര്യൻ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ണൂർക്കാണ് പോകുന്നത്. കണ്ണൂരിൽ ആരെ കാണാനാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഈ സ്ഥലം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ്, ആരെ കാണാനാണെന്നൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്മൾ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ചു പിന്നെ മുത്തപ്പനെ കണ്ടിട്ട് വരാമെന്ന് വെച്ചു. ഇങ്ങനെ ഒരു വ്യൂ കാണണമെങ്കിൽ നമ്മൾ ബോട്ടിങ്ങിൽ കയറിയ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രസാദവും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ കെട്ടിയവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് പറശ്ശിനിക്കടവ് പോണത്. ഇത്രയും കാലം ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് അവിടെ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നേരിട്ട് പോവുകയായിരുന്നു ചെയ്തത്. നമ്മൾ വിചാരിച്ച് കുറേ പാമ്പും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചു. പക്ഷെ അവിടെ ഇതുണ്ടോ ഇങ്ങനെ കുറച്ച് പാമ്പുകൾ കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെന്താ, ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഈ പാമ്പിനെ കണ്ടിട്ട് തന്നെ എന്തോ പോലെ. പിന്നെന്താ, ഞാൻ വീഡിയോ എടുത്തത് ഇവന്മാരെയായിരുന്നു. ഇവന്മാരെല്ലാം ഉറങ്ങുകയാണ്, വിശ്രമിക്കുകയാണ് ഈ നട്ടുച്ച വെയിലത്ത്. നമ്മൾ വെയിലൊക്കെ കൊണ്ട് പൊരിഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ ഉറങ്ങിക്കിടന്ന മുതലേനെ ഞാൻ പ്രകോപിപ്പിച്ച് എന്താ പറയുക, അതിനെ ദേഷ്യം പിടിപ്പിച്ച് കണ്ടോ. അത് എന്നെ തിന്നാൻ വരാനുള്ള ഒരു ആക്ഷനാണ്. ആ കമ്പി ഇല്ലായിരുന്നെങ്കിൽ അവനെന്നെ തിന്നേനെ. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. നെക്സ്റ്റ് അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞങ്ങളവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പതിയെ എന്താ പറയുക മുഴുപ്പിലങ്ങാട് പോകാമെന്ന് വെച്ചു. നട്ടുച്ച വെയിലാണ്, 1:30 2 മണി എങ്ങാണ്ടായിട്ടുള്ളൂ. പൊരിഞ്ഞ വെയിലത്ത് ഞങ്ങൾ ഭ്രാന്തന്മാർ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ പോയി. എന്നിട്ട് അവിടെ എന്താ പറയുക കണാരൻകുട്ടി ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല. മുപ്പര് ചേച്ചി ഞാൻ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഞാനിങ്ങനെ പറയാം, ഇതേ സംസാരിക്കുന്നെങ്കിലും ഞാൻ വീഡിയോ എടുക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറയുക. അപ്പോഴാണ് കണ്ടത് വീഡിയോ എടുക്കുക എന്നുള്ളത്. അയ്യോ, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഞങ്ങൾ കണ്ണൂർ കോക്ടെയിൽ കിട്ടുന്ന കടകൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒന്നുണ്ട് കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ഒരു കോക്ടെയിലൊക്കെ വാങ്ങിച്ചു.